അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഉലൂമുൽ ഖുർആനിലെ നാലാമത്തെ പാഠമായ തർത്തീബുൽ ഖുർആൻ, ഖുർആനിൻ്റെ തർത്തീബ് എങ്ങനെയൊക്കെയാണത്? വലിൽ ഖുർആനിൽ കരീം തർത്തീബാനി, വിശുദ്ധമാക്കപ്പെട്ട ഖുർആന് രണ്ട് തർത്തീബുകളുണ്ട്. ഒന്നാമത്തെ തർത്തീബ് എന്താ? തർത്തീബു തിലാവത്തിൻ്റെ തർത്തീബ്. അതെങ്ങനെയാണ്? ഈ ഖുർആൻ ഓത്തിൻ്റെ തർത്തീബ്, അതിൻ്റെ പരമ്പര എങ്ങനെയാണുള്ളത്? വഹുവ തർത്തീബുൽ മൗജൂദ് ഫി മസ്വാഹിഫിൽ ആൻ. ഇന്ന് ഖുർആനിലുള്ള ആ തർത്തീബ് പ്രകാരമാണ് എന്ത് ചെയ്യേണ്ടത്? ഖുർആൻ ഓതേണ്ടത്. അജ്മഅ അലൈഹി ഉമ്മത്തുൽ മുസ്ലിമീന കാബിറൻ അൻ കാബിരി. പഴയകാല അതായത് നമുക്ക് മുമ്പേ കഴിഞ്ഞു പോയ മുസ്ലിം ഉമ്മത്ത് അവരൊരുമിച്ച് കൂട്ടിയതാണ്. കാനൽ ഖുർആൻ മക്തൂബൻ ബിഹാദിഹി തർത്തീബി ഫി ലൗഹിൽ മഹ്ഫൂദ്. ഖുർആൻ്റെ തർത്തീബ്, ഖുർആനാണ് മക്തൂബൻ എഴുതപ്പെട്ട ഈ ഖുർആൻ ഹിയാദത്ത് ഫി ലൗഹിൽ മഹ്ഫൂദൻ എന്താണ്? ഇത് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ഖുർആൻ തർത്തീബ് പ്രകാരം എഴുതപ്പെട്ടിട്ടുള്ളത്. സുമ്മ അൻസലല്ലാഹു ബിഹാദ തർത്തീബി ഇല സമാഇ ദുനിയ. പിന്നെന്ത് ചെയ്തു? അള്ളാഹു ആകാശഭൂമികളിലേക്ക് എന്ത് ചെയ്തു? അള്ളാഹു തർത്തീബ് പ്രകാരം ഇങ്ങനെ ഇറക്കി കൊടുത്തു കേട്ടോ. രണ്ടാമത്തെ തർത്തീബ് ഏതാ? തർത്തീബ് നുസൂൽ, ഇറക്കത്തിൻ്റെ ഒരു തർത്തീബ്. അതെങ്ങനെയാണ്? നസലുൽ ഖുർആനു, ഖുർആൻ ഇറങ്ങി മുനജ്ജമൻ ഹസ്ബൽ വാഖി വൽ അഹ്ദാഥി, ചില സംഭവങ്ങൾ, അതേപോലെ തന്നെ ചില അത്ഭുതങ്ങൾ, അല്ലെങ്കിൽ ചില വൃത്താന്തങ്ങൾ, സംഭവങ്ങൾ, ആ സംഭവങ്ങൾക്കും കാരണങ്ങൾക്കും അനുസരിച്ച് അതിനോട് ബന്ധപ്പെട്ടാണ് ഖുർആൻ എന്ത് ചെയ്തത്? ഇറങ്ങിയത്. യുസമ്മ ഹാദൻ നുസൂൽ തർത്തീബുൻ നുസൂൽ. ഈ ഖുർആൻ ഇറങ്ങിയതിനാണ് തർത്തീബുൻ നുസൂൽ എന്ന് പറയുക. തർത്തീബുൻ നുസൂൽ യഖ്തലിഫു അൻ തർത്തീബി തിലാവ. തിലാവത്തിന് എതിരാണെന്ത്? തിലാവത്തിൻ്റെ തർത്തീബ് ഉണ്ടല്ലോ, തൊട്ട് എതിരാണെന്ത്? തർത്തീബുൻ നുസൂൽ. അതായത് പറഞ്ഞാൽ എന്താ? ഇറക്കിയതുപോലെയല്ല തിലാവത്തിൻ്റെ തർത്തീബ്. ഖുർആനെ ഇറക്കിയതുപോലെ ഫസ്റ്റിൽ ഇന്നത് ഇങ്ങനെ ഇറക്കി, ഇതുപോലെയല്ല ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഉള്ള തർത്തീബ്. മനസ്സിലാവുണ്ടോ? അതായത് ഇപ്പോൾ നമ്മൾ മുസ്ഹഫ് എടുത്ത് നമ്മൾ തർത്തീബ് പ്രകാരം ഇങ്ങനെ ഓതുമ്പോൾ ഫസ്റ്റ് ഫാത്തിഹ ഉണ്ട് അല്ലേ, അൽ ബഖറ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്. ഇതുപോലെയാണോ നുസൂൽ തർത്തീബ്? ഇറക്കിയ തർത്തീബ് ഇങ്ങനെയാണോ? അല്ല, അതിന് വേറെ റൂട്ടാണുള്ളത്. അപ്പോൾ രണ്ടും രണ്ട് അവസ്ഥയിലാണുള്ളത് കേട്ടോ. തർത്തീബുൽ മൗജൂദ് ഫിൽ ആന തൗഖീഫൻ. ഈ തർത്തീബുണ്ടല്ലോ, അതെന്താണ്? തൗഖീഫായ തർത്തീബുകളാണ്. അലമുഹു അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാം ബി വഹയി മിൻ അല്ലാഹി തആല. അള്ളാഹുവിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്ത് ചെയ്തു? അത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്ത് ചെയ്തു? അതിങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു കേട്ടോ. അവ്വലു മാ നസല മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് ആദ്യമായി ഇറങ്ങിയത് ഏതാണ്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. വആഖിറു മാ നസല മിൻഹു, ഈ വഹിയിൽ നിന്ന് അവസാനം ഇറങ്ങിയത് ഏതാണ്? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഇതാണ് അവസാനം ഇറങ്ങിയത്. തമ്മ നുസൂലുൽ ഖുർആൻ ഫി 23 സന. 23 വർഷം കൊണ്ടാണ് എന്തത്? ഖുർആൻ ഇറക്കുന്നത് പൂർത്തിയായത്. യുസമ്മ, അതിന് പറയപ്പെടും മാ നസല ഖബൽ ഹിജ്റത്തി മക്കിയൻ വമാ ബഅദൽ ഹിജ്റത്തി മദനിയൻ. ഹിജ്റയ്ക്ക് മുമ്പ് ഇറങ്ങിയ സൂറത്തുകൾക്ക് എന്തു പറയും? മക്കി എന്ന് പറയും. വമാ ബഅദൽ ഹിജ്റത്തി മദനിയൻ, ഹിജ്റയ്ക്ക് ശേഷം ഇറങ്ങിയ സൂറത്തുകൾക്ക് മദനി എന്ന് പറയും. ഖുർആനിൻ്റെ പേരുണ്ടല്ലോ മേലുണ്ടാകണം, ആ പേരിന് അവിടെ അങ്ങനെ കാണാം, മക്കി മദനി എന്നൊക്കെ കേട്ടോ. അപ്പോൾ മക്കി എന്ന് പറഞ്ഞാൽ ഹിജ്റ പോണിന് മുമ്പ് ഇറങ്ങിയത്, മദനി പറഞ്ഞാൽ ഹിജ്റയ്ക്ക് ശേഷം ഇറങ്ങിയത്. സൂറത്തുൽ ഫാത്തിഹത്തി മക്കിയത്തുൻ സൂറത്തുൽ ബഖറത്ത് മദനിയത്തുൻ. സൂറത്തുൽ ഫാത്തിഹ ഏതാണ്? മക്കിയാണ്. സൂറത്തുൽ ബഖറയോ അത് മദനിയുമാണ്. അതായത് സൂറത്തുൽ ഫാത്തിഹ ഒന്നാമത്തെ സൂറത്ത്, അത് കഴിഞ്ഞ് രണ്ടാമത്തെ സൂറത്ത്, ഈ രണ്ട് സൂറത്തിനും ഇറങ്ങിയതിൻ്റെ ഒരു വിടവ് നിങ്ങൾ മനസ്സിലാക്കിയോ? അതായത് ഹിജ്റയ്ക്ക് മുമ്പ് ഇറങ്ങിയതാണത് സൂറത്തുൽ ഫാത്തിഹ, ഹിജ്റയ്ക്ക് ശേഷം ഇറങ്ങിയതാണെന്ത്? സൂറത്തുൽ ബഖറ. പക്ഷേ ഖുർആനിലുള്ള ഓർഡർ തിലാവത്തുൻ നുസൂൽ അതെങ്ങനെയാണ്? അതും നസൂൽ തർത്തീബ് നുസൂലും എന്താണ്? രണ്ടും ഭയങ്കര വ്യത്യാസമുണ്ട്.
അപ്പോൾ രണ്ട് വിധം തർത്തീബുകൾ, തർത്തീബു തിലാവുണ്ട്, തർത്തീബു നസൂലുണ്ട് കേട്ടോ. തർത്തീബു തിലാവ ഇപ്പോൾ നമ്മൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന തർത്തീബാണ്. ഇതെങ്ങനെയാണ് നമ്മുടെ മുസ്ലിം ഉമ്മത്തിൻ്റെ മുൻകാല ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, മഹാന്മാർ, മഹത്തുക്കൾ, സ്വഹാബത്ത്, ആ സ്വഹാബികളിലേക്കെത്തും. അവരാണ് എന്ത് ഇതിനെ ക്രോഡീകരിച്ച് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ പിന്നെ തർത്തീബു നുസൂലോ അതിങ്ങനെ 23 വർഷം കൊണ്ട് പലപ്പോഴും പല സൂറത്തുകളും ആയത്തുകളും ഇറങ്ങും. അതൊക്കെയാണെന്ത് തർത്തീബു നുസൂല്. പിന്നെ തർത്തീബു തിലാവ് ഇതുമാണ്. ആദ്യമായി ഇറങ്ങിയ ആയത്താണിത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അവസാനമായി ഇറങ്ങിയ ആയത്താണിത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അതും കേട്ടോ ഇൻഷാ അല്ലാഹ്. ഹിജറക്ക് മുമ്പ് ഇറങ്ങിയതിന് മക്കിയ്, ഹിജറക്ക് ശേഷം ഇറങ്ങിയ മദനിയ്. സൂറത്തുൽ ഫാത്തിഹ മക്കിയാണ്, സൂറത്തുൽ ബഖറ മദനിയുമാണ്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പാഠം. നല്ലപോലെ പഠിക്കുക, എഴുതുക. മനസ്സിലാക്കാത്ത ഏതെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അള്ളാഹു ഖുർആൻ പാരായണം ചെയ്തതിൻ്റെ പുണ്യം ലഭിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.